ദൈവ തിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ. നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്ന പഠന പരമ്പരയുടെ 19ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഴയ നിയമ കാനോനിക ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചുള്ള പുതിയ നിയമത്തിന്റെ സാക്ഷ്യം എന്ന മനോഹരമായ വിഷയമാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ പഴയ നിയമ തിരുവെഴുത്തുകൾ ദൈവനിശ്വസ്തമായ ഗ്രന്ഥങ്ങളാണെന്ന് വിവിധ നിർണയങ്ങൾ കൂടി നമുക്ക് വെളിപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും അതിപ്രധാനമായതാണ് പുതിയ നിയമത്തിലെ പഴയ നിയമ തിരുവെഴുത്തുകളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങളും സാക്ഷ്യങ്ങളും. മത്തായിയുടെ സുവിശേഷം 21:42, 22:29, 26, 54, 56, ലൂക്കോസ് 24, യോഹന്നാൻ 2:22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ, 5:39, 10:35. ഈ വാക്യങ്ങളെല്ലാം കർത്താവായ യേശു ക്രിസ്തു പഴയ നിയമ തിരുവെഴുത്തുകളെ സംബന്ധിച്ച് സാക്ഷിച്ചിട്ടുണ്ട്. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ നിന്നും പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും സങ്കീർത്തനങ്ങളിൽ നിന്നും ഉള്ളത് യെരുശലേമിൽ നിന്ന് എമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് കർത്താവായ യേശു ക്രിസ്തു വിവരിച്ചു കൊടുത്തപ്പോൾ പഴയ നിയമത്തിലെ 3 ഭാഗങ്ങളെയും കർത്താവായ യേശു വളരെ വ്യക്തമായി ദൈവനിശ്വസ്ത ഗ്രന്ഥങ്ങളായി സാക്ഷിക്കുന്നതിന്റെ തെളിവായി അതിരിക്കുന്നു. യോഹന്നാൻ 2:22 മുതൽ 56 വരെയുള്ള വാക്യങ്ങളിലും 10:35 കർത്താവിന്റെ ശിഷ്യന്മാര് പഴയ നിയമ തിരുവെഴുത്തുകൾക്ക് സാക്ഷ്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പ്രവൃത്തിയുടെ പുസ്തകം 17:2, അതുപോലെ 11:18 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പഴയ നിയമ തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏറ്റവും സ്പഷ്ടമായി ദൈവത്തിന്റെ വചനം വ്യാഖ്യാനിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തതായി നാം വായിക്കുന്നു. റോമർ 1:2, 4:3, 9, 17 തുടങ്ങി 15:4, 16, 26 ഈ വാക്യങ്ങളെല്ലാം അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തതയോടുകൂടി തന്നെ പഴയ നിയമ തിരുവെഴുത്തുകളെ ഉദ്ധരിച്ച് സംസാരിച്ചിട്ടുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ പുതിയ നിയമത്തിൽ പുനരുത്ഥാനത്തിന്റെ സദൃഢമായ സാധ്യതയെ സംബന്ധിച്ച് അപ്പോസ്തലൻ വിവരിക്കുമ്പോൾ പഴയ നിയമ തിരുവെഴുത്തുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് പുനരുത്ഥാനം എന്ന് പറയുന്ന സജ്ഞ അപ്പോസ്തലനായ പൗലോസ് വിവരിച്ച് കാണിച്ചിട്ടുള്ളത്. ഗലാത്യർ 3:8, 3:22, 4:30 ഈ വാക്യങ്ങൾ വീണ്ടും പൗലോസ് ന്യായപ്രമാണത്തെയും പ്രവാചക പുസ്തകങ്ങളെയും സങ്കീർത്തനങ്ങളെയും ദൈവനിശ്വസ്തമായ ഗ്രന്ഥങ്ങൾ എന്ന് സാക്ഷിക്കുന്നു. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 5:8, 2 തിമോത്തി 3:16 ഈ വാക്യഭാഗങ്ങളിൽ എല്ലാ തിരുവെഴുത്തും ദൈവ നിശ്വാസീയമാണെന്ന് പൗലോസ് അരക്കിട്ട് ഉറപ്പിച്ച് പ്രസ്താവിക്കുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം അതിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളിൽ തിരുവെഴുത്ത് ഒരിക്കലും മനുഷ്യന്റെ സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്നും പരിശുദ്ധാത്മ നിയോഗത്താൽ മനുഷ്യർ സംസാരിച്ചത്രയെന്നും വളരെ വ്യക്തമായി പറയപ്പെട്ടിരിക്കുന്നു. ഈ പുതിയ നിയമത്തിലെ പഴയ നിയമ തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള മഹത്തായ സാക്ഷ്യം പഴയ നിയമ തിരുവെഴുത്തിന്റെ ഭാഗങ്ങളായ മോശയുടെ ന്യായപ്രമാണം, പ്രവാചക പുസ്തകങ്ങൾ, സങ്കീർത്തനങ്ങൾ ഇവയെല്ലാം തികച്ചും ദൈവനിശ്വസ്തമായ ഗ്രന്ഥങ്ങൾ ആണെന്ന് ഉറപ്പിക്കുന്നു. കൗൺസിൽ ഓഫ് ജാംനിയയിലെ സഭാ കൗൺസിൽ ദൈവനിശ്വസ്തമായ പുസ്തകങ്ങളുടെ ലിസ്റ്റുകൾ തിട്ടപ്പെടുത്തിയെന്നും അങ്ങനെ ജാംനിയ കൗൺസിലാണ് വാസ്തവത്തിൽ ഏതെല്ലാം പുസ്തകങ്ങൾ ദൈവനിശ്വസ്തമാണ്, ഏതെല്ലാം പുസ്തകങ്ങൾ ദൈവനിശ്വസ്തമല്ല എന്ന് തീരുമാനിച്ചത് എന്നും ഒരു പറച്ചിലുണ്ട്. അത് ശരിയല്ല. കാരണം ജാംനിയ കൗൺസിൽ വാസ്തവത്തിൽ ഏതെങ്കിലും പുസ്തകത്തെ ദൈവനിശ്വസ്ത ആക്കുകയോ അല്ലാതാക്കുകയോ ചെയ്തില്ല. ജാംനിയ കൗൺസിലും കാർത്തേജിലെ കൗൺസിലും എഫേസോസിലെ കൗൺസിലും യെരുശലേം കൗൺസിലും ഒന്നും വാസ്തവത്തിൽ ദൈവിക നിശ്വസ്തതയുള്ള പുസ്തകങ്ങളുടെ ലിസ്റ്റിനെ ക്രമപ്പെടുത്താൻ ഇന്ന പുസ്തകങ്ങളാണ് ദൈവനിശ്വസ്തമായ ഗ്രന്ഥങ്ങൾ, അല്ലാത്തവ ദൈവനിശ്വസ്തമല്ല എന്ന് പറയാൻ വേണ്ടി വിളിച്ചുകൂടുകയല്ല. ആ കൗൺസിലുകളെല്ലാം തന്നെ വൺ ആഫ്റ്റർ ദി അതർ ദൈവ നിശ്വസ്തമായ തിരുവെഴുത്തുകൾ ഏതെല്ലാമെന്ന് സൂക്ഷ്മമായി പരിശോധന ചെയ്യുകയും അവ വളരെ വ്യക്തതയോടുകൂടെ ദൈവനിശ്വസ്തമായി അംഗീകരിക്കപ്പെട്ടവയെ സ്ഥിരീകരിക്കുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലമായപ്പോഴേക്കും പഴയ നിയമ തിരുവെഴുത്തുകളിലെ ദൈവനിശ്വാസ ഗ്രന്ഥങ്ങൾ സമ്പൂർണമായും അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. അത് മാത്രമല്ല, യഹൂദന്മാരുടെ ഹില്ലയിൽ സർവകലാശാലയുടെ അറിയപ്പെട്ട ഒരു പരീക്ഷ ഭാഗത്തിന്റെ പ്രധാനിയായിരുന്ന യോഖാനാൻ
ബെൻ സഖായി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം റോമ ഗവൺമെന്റിന്റെ ഔദ്യോഗികമായ അംഗീകാരത്തോടെ ഈ പഴയ നിയമ ഗ്രന്ഥങ്ങളുടെ, ദൈവനിശ്വസമായ ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റ് പുനഃക്രമീകരിക്കുവാനായി തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചതായ സമയത്ത് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങൾ എന്ന് പറയുന്നത് എസ്തേറിന്റെ പുസ്തകം, സഭാപ്രസംഗ പുസ്തകം, ഉത്തമഗീതം, അതുപോലെ തന്നെ സദൃശവാക്യങ്ങൾ തുടങ്ങി ഉള്ള പുസ്തകങ്ങളും, അതുപോലെ പഴയമത്തിലെ പ്രവാചക പുസ്തകങ്ങളും, അതായത് ചെറുതും വലുതുമായ പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തന പുസ്തകങ്ങളും എല്ലാം ദൈവ നിശ്വസ്തമായ ഗ്രന്ഥങ്ങളായി അംഗീകരിച്ചിരിക്കുന്നു. ഏതാണ്ട് ഒരു കാലത്ത് ഉത്തമഗീത പുസ്തകത്തെ ദൈവനിശ്വസ്ത ഗ്രന്ഥങ്ങളുടെ പുസ്തകമായി സ്വീകരിക്കാമോ, എസ്തേറിന്റെ പുസ്തകത്തെ അംഗീകരിക്കാമോ എന്നൊരു സംശയം ചില കൗൺസിലുകൾ ഉന്നയിച്ചു. എങ്കിലും പൂർവ്വകാലം മുതൽ പഴയ നിയമ തിരുവെഴുത്തുകളായി അംഗീകരിക്കപ്പെട്ടവയും ശാസ്ത്രിമാർ കൈക്കൊണ്ടതും വിശേഷാൽ ഇസ്രായേൽ മക്കൾ ദൈവിക തിരുവെഴുത്തുകളായി സമസ്തം സ്വീകരിച്ചു വന്നതുമായിട്ടുള്ള ഈ പുസ്തകങ്ങൾ ഒരെണ്ണം പോലും മാറ്റിമറിക്കുകയോ ഒന്നിനേക്കാൾ ശ്രേഷ്ഠമോ അതിന് ന്യൂനതയുള്ളതായി പരിഗണിക്കുകയോ ചെയ്തിട്ടില്ല. എഫ് ബ്രൂസ് എന്ന് പറയുന്ന ദൈവദാസൻ ഈ കാര്യം വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ നിയമ തിരുവെഴുത്തുകളെ സംബന്ധിച്ച് പുതിയ നിയമം നൽകുന്ന ഈ മഹത്തായ സാക്ഷ്യം പഴയ നിയമ തിരുവെഴുത്തുകളിലെ ഭാഗങ്ങളായ മോശയിക ന്യായപ്രമാണ പുസ്തകങ്ങളും സങ്കീർത്തന പുസ്തകങ്ങളും പ്രവാചക പുസ്തകങ്ങളും തികച്ചും ദൈവനിശ്വാസ്യമായ ഗ്രന്ഥങ്ങളാണെന്ന് പുതിയ നിയമം സമർത്ഥിക്കുന്നു.